ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ പകരുന്ന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ഈ വേളയിൽ ബജറ്റിനെക്കുറിച്ചും കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്വാഗതം ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ബജറ്റ് ജനക്ഷേമത്തിലും വികസനത്തിലും ഊന്നിയ ഒട്ടേറെ പദ്ധതികൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാല ബജറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സവിശേഷതയാണ് താങ്കൾ ഈ ബജറ്റിൽ കൽപ്പിക്കുന്നത്? ഇന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു വലിയ തുടർച്ചയുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മളൊരു പുതിയ സമീപനം, ഒരു തന്ത്രം വെച്ചു. ഒന്ന്, കേരളം ആധുനികീകരിക്കപ്പെടണം, പുതിയ വ്യവസായങ്ങൾ, വളർച്ചാ സ്രോതസ്സുകൾ കേരളത്തിൽ വേണം. അപ്പോൾ അതിൽ വലിയ നിക്ഷേപം ഊന്നൽ അവിടെയാവും. അപ്പോൾ പിന്നെ ഉടനെ ചോദ്യം വരും, നാട്ടിൽ സാധാരണക്കാരില്ലേ, അവർക്ക് എന്ത് നേട്ടതുകൊണ്ട്? അതുകൊണ്ട് ഈ തന്ത്രം വിജയിക്കണമെങ്കിൽ അവർക്ക് സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷ നൽകണം. ക്ഷേമം മാത്രമല്ല, അവർ പണിയെടുക്കുന്ന തൊഴിലുകൾ അത് വലിയ ചാലകശക്തിയായിട്ടൊന്നും മാറാൻ പോകുന്നില്ല, പക്ഷെ സംരക്ഷിക്കണം. അതാണ് രണ്ടാമത്തത്. അപ്പോൾ അവർ ഇതിനു വേണ്ടി പണമൊക്കെ ചെലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പശ്ചാത്തല സൗകര്യത്തിന് പണം ബഡ്ജറ്റിലുണ്ടാവത്തില്ല. അതാണ് മൂന്നാമത്തെ കാര്യം. കിഫ്ബി വഴി നമ്മൾ പുറത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കും. ഇത്തരത്തിലുള്ളൊരു തന്ത്രപരമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. അതൊരു പടി കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം ക്ഷേമമുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വലിയ ചവിട്ടുപടിയാണ് മുന്നോട്ട് പോകാനായിട്ട്. കിഫ്ബിയിലൂടെ 24,000 കോടി രൂപയുടെ അടക്കമുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പം നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് ഇതൊക്കെ പ്രാവർത്തികമാക്കുക എളുപ്പമാണ്. അതാണ് വലിയ ഒരു ചോദ്യം ഉള്ളത്. നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയുമോ? ചില പണം ചിലവാക്കാൻ പറ്റുമോ? ഇത്തരം നിർമ്മാണം എന്ന് മാത്രമല്ല, ഇതൊക്കെ നിർമ്മാണ പ്രവൃത്തികളാണ് കിഫ്ബിയുടെ. ഇപ്പം നമ്മളൊരു പെൻഷൻ ഇപ്പോൾ 1000 രൂപ 2000 രൂപയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം ബാങ്ക് ഓൺലൈനായിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അതല്ല. ഒരു പാലം പണിയുന്നതിന് മുമ്പ് അതിൻ്റെ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. പിന്നെ പാലം പണിയിൽ ദീർഘകാലം എടുക്കുന്ന പ്രശ്നം. കെട്ടിടമാണെങ്കിൽ പിന്നെ കാത്തിരിക്കണം ഓരോ ഫ്ലോറിനും. അപ്പോൾ ഇത് അത്ര എളുപ്പമല്ല ചെയ്തു തീർക്കൽ. അതിപ്പോൾ തന്നെ നമുക്ക് ബോധ്യമായി. 1-ാം വർഷം നൽകിയ കിഫ്ബിയിലെ പ്രൊജക്റ്റുകൾ ഒക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ചിലർ ഒന്നും നടന്നില്ല എന്ന് പറയുന്നവർ 5-ാം വർഷം ഈ സർക്കാരിൻ്റെ നോക്കിക്കോ. ഇപ്പോൾ ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് അനുവാദം നൽകുന്നു. 5-ാം വർഷം ആകുമ്പോഴേക്കും എന്ത് താമസം വന്നാലും ഇതൊക്കെ ആവില്ലയോ? അന്ന് കാണാം. ആ വിമർശകർക്ക് അന്ന് കേരളത്തെ നോക്കിക്കണ്ടുള്ളൂ. അല്ല, കേരളത്തിലെ ഉദ്യോഗസ്ഥ സംവിധാനം ഇത് നടപ്പിലാക്കാൻ തക്ക സജ്ജമാണ്. ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ചില തർക്കങ്ങളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ കേരളത്തിലെ സർക്കാർ മിഷനറി താരതമ്യേന എഫിഷ്യൻറ്റും ജനപക്ഷത്തോട് നിൽക്കുന്ന ഒരു മിഷനറിയാണ്. ഇപ്പോൾ ബീഹാറൊക്കെ പോലുള്ള ഒരു പ്രിഡേറ്ററി നേച്ചറുള്ള മിഷനറി അല്ല കേരളത്തിൻ്റെ മിഷനറി. പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്നതിന് കേൾപ്പില്ല, പാങ്ങില്ല. കേരളത്തിലെ വലിയ പ്രൊജക്റ്റുകളെടുക്കൂ. സിൽവർ ജൂബിലി അല്ല, ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ജലസേന പദ്ധതികളിലെ കേരളത്തിനുള്ളൂ. KSTP റോഡ്, വലിയ റോഡ് എപ്പോഴാണ് നമ്മൾ തീരുന്നത്? അപ്പോൾ ഈ പരിമിതിയുണ്ട്. അപ്പോൾ ഇത് മറികടക്കാനായിട്ട് പറ്റുന്ന സംവിധാനങ്ങൾ വേണം. പുതിയ കൺസൾട്ടൻസിമാരുമായിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇതിനൊക്കെ കഴിവുള്ള ആളുകളെ കൊണ്ടുവരണം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ബോധപൂർവ്വം ഒരു പരിശ്രമം നടത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് പോകൂ. ഇപ്പോൾ ഈ ബജറ്റിനെ കുറിച്ച് വന്ന ഒരു വിമർശനം, കിഫ്ബി മാറ്റി നിർത്തിയാൽ എടുത്തു പറയാൻ മറ്റൊന്നും ഇല്ലെന്നാണ്. അതേക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കും? സാധാരണ കഴിഞ്ഞ വർഷത്തെ പ്ലാനിനേക്കാൾ 10% വലിപ്പമുള്ള പ്ലാനുണ്ട്. ആ പ്ലാനുണ്ട്. അതിന് പുറമെയാണ് ഈ കിഫ്ബിയുടെ വരുന്നത്. ഈ പ്ലാനിൽ പറഞ്ഞ കാര്യങ്ങളാണ് പ്രസംഗത്തിൻ്റെ സിംഹപങ്കും. കിഫ്ബി എന്ന് വരുന്നത് ഈ വലിയ പ്രൊജക്റ്റുകളുടെ മാത്രമാണ്. ഒരു ശ്രദ്ധ വരുന്നത് അതാണ്. അതേസമയത്ത് നമ്മുടെ മറ്റുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും, വിവിധ വ്യവസായ മേഖലകൾക്ക് നൽകുന്ന സഹായങ്ങൾ, കൃഷിക്കും മറ്റും മേഖലയ്ക്ക് വകയിരുത്തിയിട്ടുള്ളത്, ഇതെല്ലാം ബഡ്ജറ്റിൽ നിന്നല്ലേ. യഥാർത്ഥത്തിൽ എന്താ അതുകൊണ്ട് അതിന് പുറമെ കിഫ്ബിയുടെ നിക്ഷേപം വരുന്നു. അപ്പോൾ ഇത് സ്വല്പം ജാള്യത വിമർശകർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് മുമ്പുള്ള കാലത്ത് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു
ഇത്രയധികം നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതെന്തെങ്കിലും വിമർശനം പറയുന്നല്ലോ. അപ്പോൾ ബഡ്ജറ്റില്ല, കിഫ്ബിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കിടക്കും. ഈ പറഞ്ഞു കിടക്കുന്ന ആളുകൾ തന്നെ എൻ്റെ പുറകെ എത്ര പ്രാവശ്യം വരുന്നു, ബന്ധപ്പെടുന്നു, കിഫ്ബിയിൽ ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് കൂടി വെക്കണമെന്ന് പറഞ്ഞു. അതിലൊന്നും ഞാൻ മോശം പറയുന്നില്ല. അതൊക്കെ അവരുടെ അവകാശങ്ങളാണ്. അവകാശങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കാനും തയ്യാറാണ്. ഞാൻ പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ വിമർശനമാണ്. പിന്നെ കിഫ്ബിയിലേക്ക് പ്രതീക്ഷിച്ചത്ര പണം കിട്ടുമോ? അത് ഉദാഹരണത്തിന് പ്രവാസി ചിട്ടി, ഈ ഗൾഫ് ബൂം എന്ന് തന്നെ കുറഞ്ഞു വരികയാണ്. ഗൾഫ് ബൂം അതിന് ഈ പ്രവാസി ചിട്ടിയിലൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പണം ലഭിക്കൂ? ഇന്ത്യ മുഴുവനും ഉണ്ട് മലയാളി, ലോകം മുഴുവനും ഉണ്ട് മലയാളികൾ. അപ്പോൾ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം. അവരോട് പറയണം, നമ്മുടെ കേരളത്തിൽ നിങ്ങളെല്ലാം കൂടി ഇതാ എന്നും അഭിമാനിക്കാവുന്ന 2 വലിയ പ്രൊജക്റ്റുകൾ തീർക്കുക. അതിന് ഒരു സംഭാവനയും നിങ്ങൾ തരണ്ട, നിങ്ങൾ സമ്പാദിച്ചാൽ മതി. ഏതായാലും സമ്പാദിക്കുമല്ലോ. സമ്പാദിക്കുന്നത് ഈ KSFEയുടെ ചിട്ടിയിലെന്നാണെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് പണിതോളാം. ഇത് ഞാൻ പറയുന്ന മലയാളി അതിനോട് പ്രതികരിക്കും എന്നുള്ളതാണ്. ഇന്നേ വരെ വിദേശ മലയാളികളോട് ഇങ്ങനൊരു മൂർത്തമായ നിർദ്ദേശം വെച്ച് നിങ്ങൾ വികസനത്തിൽ ഇങ്ങനെ പങ്കാളിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ കേരളം? ഇതേ പറയണം ആദ്യമായിട്ട്. ജനങ്ങളെ കൂടെ പങ്കെടുപ്പിക്കുന്ന വികസനം. അതെ, അത് എനിക്ക് വളരെ ഉറപ്പാണ്. ഞങ്ങൾ ഗൾഫിൽ UAEയിൽ ഇതിൻ്റെ സർവേ നടത്തി ഒരു ഏജൻസി. അവരെന്ന് പറഞ്ഞത് 75 എല്ലാവർക്കും KSFE അറിയാം, മഹാഭൂരിപക്ഷം പേര്. ഇതിലൊരു 70% പേര് ചിട്ടി തുടങ്ങിയാണെങ്കിൽ ഞങ്ങൾ ചേരും എന്ന്. അവർക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടല്ല, ഒരു സുപരിചിതമായിട്ടുള്ളൊരു സമ്പാദ്യ രൂപം, അതിനോട് അവർ സഹകരിക്കാൻ തയ്യാറാണ്. പിന്നെ നമ്മളതിൻ്റെ ഒരു ദേശാഭിമാനപരമായൊരു പേട്രിയോട്ടിസം കൂടി അങ്ങോട്ട് നിന്ന് വളർത്തിയെടുത്താൽ, ഇത് മലയാളം, നമ്മുടെ നാട്, നമ്മുടെ കേരളം, അതിന് നിങ്ങളുടെ ഒരു സംഭാവന എനിക്ക് ഉറപ്പാണ്. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ പലതും സാങ്കല്പിക പദ്ധതികളാണെന്നും കേരളത്തിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തിട്ടില്ലെന്നും KPCC പ്രസിഡന്റ് കുറ്റപ്പെടുത്തുന്നു. എന്താണ് പ്രതികരണം? നീറുന്ന പ്രശ്നം എന്താ? വിലക്കയറ്റം. 900 കോടി രൂപ റേഷൻ സബ്സിഡിയാണ്, 700 കോടി രൂപ സംഭരണത്തിനാണ്. കഴിഞ്ഞവണ് ഉണ്ടായതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിപ്പണം മാറ്റി സിവിൽ സപ്ലൈസിനും എല്ലാത്തിനും മാറ്റി വെച്ചു. എന്താ നീറുന്ന പ്രശ്നം? വരൾച്ചയുടെയാണ്. വരൾച്ച നോക്ക്, കുടിവെള്ളത്തിന് ഉള്ള പദ്ധതികൾ, നമ്മുടെ നദികൾ അതെല്ലാം ജലസംഭരണികളെ മാറ്റാൻ 30 റെഗുലേറ്ററിന് അനുവാദം കൊടുക്കുന്നത്. കുടിവെള്ള മേഖലയിൽ ഇന്ന് ഏതാണ്ട് 4000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുവാദം കഴിഞ്ഞ വർഷം ഈ വർഷം കൂടി കൊടുക്കുകയാണ്. ഇങ്ങനെയല്ലേ നാട്ടിലെ നീളുന്ന പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും. നീളുന്ന മറ്റൊരു പ്രശ്നം എന്താ? നമ്മുടെ പരമ്പരാഗതമായ പണിയില്ല, അവർക്ക് പണിയും വരുമാനവും കൊടുക്കാൻ വേണ്ടി പരിപാടി വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതൊക്കെ വാചകവടിയാണ്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ബഡ്ജറ്റ് രേഖ പോലും വായിച്ചു കാണുന്നു. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 760 കോടിയോളം വലിയ വകയിരുത്തൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഇത്തരം വകയിരുത്തൽ നടത്തിയപ്പോൾ പട്ടികജാതി പട്ടികവർഗങ്ങൾക്കാണെങ്കിലും ആദിവാസികൾക്കാണെങ്കിലും ഇതൊന്നും അവരുടെ കൈകളിലെത്തത്തില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സ്കീമുകൾ ഉണ്ടാക്കുന്നവരെ ഒന്ന് എല്ലാവർക്കും വീട് കൊടുക്കുക, അത് കൃത്യമായിട്ട് പണിത് കൊടുക്കുക, ഉദാരമായിട്ട് ചെയ്ത് കൊടുക്കുക. അത് അവിടെ തന്നെ എത്തുമല്ലോ. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളും താമസിക്കുന്ന ഹോസ്റ്റലുകളും ഒക്കെ നല്ല നല്ല കൊതി തോന്നുന്ന ഹോസ്റ്റലുകളും കെട്ടിടങ്ങളുമായിട്ട് മാറ്റണം. 1000 കോടി, ഒരു 500 കോടി രൂപയാണ് മുടക്കാനായിട്ട് വെക്കുന്നത്. ഇങ്ങനെ അവർക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന പ്രൊജക്റ്റുകളിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയണമെന്തിനാണെന്നറിയാം. ഈ നാട്ടിലെ പട്ടികജാതിക്കും പട്ടികവർഗക്കാരും അറിയണം ഇതുണ്ട്, ആ പണം എന്താണെന്ന് അവർ ചോദിക്കണം. അങ്ങനെ ചോദിക്കണമെന്ന്, അപ്പോഴാണ് ഇതൊക്കെ നടക്കുക. അപ്പോൾ ചോദിക്കാൻ എളുപ്പത്തിന് വേണ്ടി പാതി പണം പഞ്ചായത്തിന് കൊടുക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രി ചോദിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കാമല്ലോ. ഈ TSP പണം, SCP പണം അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കാമല്ലോ. എന്ന് മാത്രമല്ല, ഊരുകൂട്ടം പറഞ്ഞാൽ അത് പഞ്ചായത്തിന് മാറ്റാൻ പാടില്ല നിയമം. അപ്പോൾ ഈ വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്താൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിൽ താല്പര്യമുള്ള എല്ലാവരും പരിശ്രമിക്കണം. ഇത് അങ്ങനെ ഒരു പ്രതികരണം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര പ്രാധാന്യത്തോടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. ഈ 2017-18 1 ലക്ഷം ഭവനരഹിതർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. അത് യാഥാർത്ഥ്യമാകുമോ? യാഥാർത്ഥ്യമാകും, യാതൊരു സംശയക്കാര്യത്തിലില്ല. ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണം കണ്ടെത്തും. പണം ഇപ്പോൾ പല രീതിയിലാണ്. കേന്ദ്ര സർക്കാർ തന്നെ 4% വായ്പ, ഭവന വായ്പ കൊടുക്കുന്നില്ലേ? ആയിക്കോട്ടെ,
വ്യക്തിയുടെ പേര് വേണമെങ്കിൽ വ്യക്തിയുടെ പേര് മേടിക്കും, സർക്കാർ പൈസ കൊടുത്താൽ പോലും തിരിച്ചടച്ചാൽ പോലും 4% പലിശയുള്ളൂ. അത് പണം എന്താ പഞ്ചായത്തിൻ്റെ ഭാവി പണത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കൊടുത്താൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവുകളിൽ സർക്കാർ എന്തോ ഒരു പങ്ക് വഹിക്കുമെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ അവർ ഈ ബലം പ്രയോഗിച്ച് ഈ കുടിശ്ശിക പിരിക്കാൻ വേണ്ടി ഏജൻസിനെ വെക്കുകയാണ്. ഇന്ത്യ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നത് പാതി വിലക്കാണ്. നിങ്ങൾ 20 കോടി രൂപയുടെ 20 ലക്ഷം രൂപയുടെ വായ്പയാണെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം രൂപക്കോ അല്ലെങ്കിൽ 7-8 ലക്ഷം രൂപക്കോ ആണ് കൊടുക്കുന്നത്. ആ തുകയ്ക്ക് നിങ്ങൾ ഈ ഗുണഭോക്താവിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സർക്കാരും കൂടി 1-2 ലക്ഷം ഇട്ട് അയാളുടെ കടം വീട്ടാന്ന്, അയാളുടെ വീട് ബുക്ക് ചെയ്യേണ്ട. ഏതായാലും കേരളത്തിൽ കിടപ്പാടം അത് ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല. അത് സർക്കാർ ഉത്തരവിറക്കാൻ പോവുകയാണ്. സർഫാസി അല്ല ആരായാലും ജനങ്ങളുടെ കിടപ്പാടം ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് കർശനമായ നിലപാടെടുക്കുമ്പോൾ ബാങ്കുകാരും ചർച്ചയ്ക്ക് വരും. ചർച്ചയ്ക്ക് ഒന്ന് ഒത്തുതീർപ്പുണ്ടാക്കും. സർക്കാരും കുറച്ച് പണം മുടക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഭിന്നശേഷിയുടെ ആൾക്കാർക്ക് സംവരണം ഏർപ്പെടുത്തി. പക്ഷേ കേരളത്തിൽ ഇപ്പം അന്യ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികൾ വളരെ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം അഡ്രസ്സ് ചെയ്യുന്നതൊന്നും ബഡ്ജറ്റിൽ കണ്ടില്ല. ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്ലാനിലുണ്ട്. എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റ് പ്രസംഗത്തിൽ അത്രയായിട്ട് പകർത്തി വന്നില്ലെന്നുള്ളത്. അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുന്നതിൽ, അവർക്കുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയിൽ പണം വരുത്തിയിട്ടുള്ളത്. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് പോരാ. ഇതിനേക്കാൾ ഗണ്യമായിട്ട് ഈ മറുനാടൻ തൊഴിലാളികൾക്ക് നമുക്ക് സഹായം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കൺസ്ട്രക്ഷൻ സെസ് നമ്മൾ പിരിക്കുന്നുണ്ട്. ഇവരില്ലേ കൺസ്ട്രക്ട് ചെയ്യണേ, അതിൻ്റെ ഭാഗം ഇവർക്ക് ന്യായമായിട്ട് അവകാശപ്പെട്ടതല്ലേ. അപ്പോൾ അതൊക്കെ ഒരു പുനരവലോകനം അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ കാരുണ്യ പദ്ധതി തുടരുമെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ തന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും സൗജന്യ ചികിത്സ എന്നുള്ള ഒരു സമഗ്ര പദ്ധതി അത് വീണ്ടും നീണ്ടുപോവുകയാണല്ലോ. നീണ്ടുപോകാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ള സൗകര്യം ആശുപത്രി ഉണ്ടാവേ. വെച്ചാൽ എല്ലാ ജില്ലാ ആശുപത്രി മുകളിലോട്ട് കാർഡിയാക്ക്, ഓൺകോളജി, നെഫ്രോളജി ഇങ്ങനെയുള്ള എല്ലാ സ്പെഷ്യലൈസ്ഡ് വകുപ്പുകളും ഉണ്ടാവണം. അതിനുള്ള ഓപ്പറേഷൻ തിയേറ്റർ വേണം. എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ കിംസിലോ അല്ലെങ്കിൽ ലേക്ഷോറിലോ കൊടുത്ത് അവിടുത്തെ പണത്തിൻ്റെ ചിലവ് സർക്കാരിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കാരുണ്യയിൽ എന്താ ചെയ്യുന്നത്? സൗജന്യമല്ല. 32 ലക്ഷം രൂപയുടെ കരൾ മാറ്റി വെക്കലാണെങ്കിൽ 2 ലക്ഷം രൂപയെ കൊടുക്കുള്ളൂ. ബാക്കി എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിക്കോണം. ഇനി ഉണ്ടാക്കി കരൾ മാറ്റി വെച്ചാലോ ഒരു മാസം 30,000 രൂപ ചിലവ് വരും മരുന്നിന്. ജീവിക്കാൻ പറ്റൂ? മാറ്റി വെച്ചവർ നല്ലൊരു പങ്ക് മരിച്ചു പോകുന്നൊരവസ്ഥവിശേഷമാണ്. അപ്പം അതുകൊണ്ട് ഈ കരൾ മാറ്റിവെക്കലും മറ്റുമൊക്കെ സൗകര്യങ്ങൾ നമ്മുടെ ആശുപത്രികൾ സൃഷ്ടിച്ച ശേഷം മാത്രമേ അങ്ങോട്ട് എടുത്ത് ചേടാൻ പറ്റൂ. അതിനുശേഷം ആ പദ്ധതി വരികയുള്ളൂ. അപ്പോൾ അതെ, ഒരു 1-2 വർഷത്തിന് അതുവരെ കാരുണ്യം തുടരായിരിക്കാൻ പറ്റൂ. UDFൻ്റെ കാലത്ത് കൊടുത്തതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കും. ഇത്തവണ 350 കോടി വെച്ചിട്ടുണ്ട്. 250 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം. ഇത് 350 100 കോടി കൂട്ടി. ഇതെങ്ങനെ നിർത്തി എന്ന് പറയുന്നത്? UDFൻ്റെ അവസാന കാലം അവർ എത്രയാണ് 28,000 പേർക്കാണ് അങ്ങോട്ട് കൊടുത്തത്. ഞാൻ പറയുന്നത് 8,000 പേർക്ക് കൂടുതൽ ഈ വർഷം കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാലും ഉറക്കം നടിക്കുകയാണ് സമരം ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പാതി ആലോചിച്ചതാണ് നമ്മുടെ KM മാണിയുടെ സമരപ്പന്തലിൽ പോയിട്ട് എന്താ മനസ്സാലി ചെയ്യണമെന്ന് ചോദിക്കാനായിട്ട്. പക്ഷേ അന്നിപ്പോൾ വലിയ തിരക്ക് മൂലം പോകാൻ പറ്റിയില്ല. ഈ ബജറ്റ് വളരെ ജനക്ഷേമകരമാണെന്നും വികസന പദ്ധതികൾ ഒട്ടേറെ ഉണ്ടെന്നും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബജറ്റിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടെന്നും ഇത് ചോർന്നെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇത് ഇൻഅഡ്മിറ്റൻ്റായിട്ട് സംഭവിച്ച ഒരു പോരായ്മയാണ്. എല്ലാ ബഡ്ജറ്റിലും ഈ ഹൈലൈറ്റ്സ് തയ്യാറാക്കും. ബഡ്ജറ്റ് കഴിഞ്ഞാൽ എല്ലാ പത്രക്കാർക്കും കൊടുക്കും. വിഷ്വൽ മീഡിയക്കാണെങ്കിൽ ഓരോ ഖണ്ഡവും വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് മാത്രം കൊടുത്തിട്ടുണ്ട് എൻ്റെ ബഡ്ജറ്റിൽ. അതിക്ക് മുമ്പ് കൊടുക്കില്ല. കേന്ദ്രത്തിനും ചെയ്യും. ഓരോന്ന് കഴിയുമ്പോൾ അവർ അപ്ലോഡ് ചെയ്യും ആ ഭാഗത്തിൻ്റെ മാത്രം. ഇതിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അയക്കാൻ വേണ്ടി തയ്യാറാക്കി ഒരാളുടെ മെയിലുണ്ടായിരുന്നു. ആ ഇൻവെൻറ്റ്മെൻ്റ് ആയിട്ട് എല്ലാവരുടെ ഇവിടുത്തെ എതിർത്തുള്ള എല്ലാ പത്രപ്രവർത്തകർക്കും അത് 10 മണിയായപ്പോൾ അദ്ദേഹം അയച്ചു. അത് ബോധപൂർവം ചോർത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ ഒരു മാസക്കാലം എന്നോടൊപ്പം ഒന്ന് വർക്ക് ചെയ്തതില്ല, ഒന്നും ചോർന്നില്ലല്ലോ. ഇൻവെൻറ്റ്മെൻറ്റായിട്ട് പറ്റിയതാണ്. പക്ഷേ അത് വളരെ ഗൗരവമായി വീഴ്ച വരാൻ പാടില്ല. അതിനുള്ള ജാഗ്രത ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിൽ തൽക്കാലം മാറ്റം തീരുമാനിച്ചു. ശരി. താങ്കളുടെ രാജിയാണ് പ്രതിപക്ഷവും BJP ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ അവർക്ക് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്.
കേൾക്കാതിരിക്കാനുള്ള അവകാശം എനിക്ക് ഉണ്ട്. ഇക്കാര്യത്തിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു ജാഗ്രത കുറവുണ്ടായെന്ന് പാർട്ടി വിലയിരുത്തിയെന്നൊക്കെ ചില ചാനലുകളിൽ കാണിക്കുന്നുണ്ട്. വല്ല അടിസ്ഥാനമുണ്ടോ? അങ്ങനെ പാർട്ടി വിലയിരുത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പാർട്ടി എന്നോട് പറഞ്ഞിട്ടുമില്ല. ബജറ്റ് MT മയമാണ്. MTയോടുള്ള ആരാധനയിൽ നിന്നാണോ ഇത്? എല്ലാ ബഡ്ജറ്റും ഞാൻ ആരെങ്കിലും ഒരാളുടെ ഇത്തരത്തിലുള്ള നെററ്റീവ്സുമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാൻ വെച്ചാൽ കഴിഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെതായിരുന്നു. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹിത്യകാരന്മാരും ഒക്കെ ആകുമ്പോൾ അത് സാമ്പത്തിക ശാസ്ത്രമൊന്നും പറയുന്നില്ല, പക്ഷെ വലിയ ഉൾക്കാഴ്ചകളുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളൊക്കെ പരിചയമല്ലേ. അസ്രവത്ത് കേൾക്കാത്താര, ഇരുട്ടിൻ്റെ ആത്മാവ് കേൾക്കാര, നാലുകെട്ട് കേൾക്കാത്താര, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വായിച്ചു വരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു കൗതുകവും രസവും ഒക്കെ ഉണ്ട്. അത് നല്ലൊരു രീതിയാണെന്ന്. MTയുടെ കഥാപാത്രങ്ങൾ ചിലരൊക്കെ ദുരന്ത നായകന്മാരുമാണ്. ബജറ്റിൻ്റെ അവതരണത്തിൻ്റെ ഒരു വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നോ അതുകൊണ്ടുകൂടിയാണോ? ദീസ് ആർ ലിറ്റിൽ തിങ്സ്. സബ്സ്റ്റാൻഷ്യലായിട്ട് ബഡ്ജറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഇന്ന് ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു കിടന്നാലും വെയിറ്റ് ആൻഡ് സീ. ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോണി. താങ്കളുടെ പ്രതീക്ഷ മുഴുവൻ GSTയിലാണ്. അതെ, അത് പ്രതീക്ഷ അത് യാഥാർത്ഥ്യമാവുമല്ലേ? ഒരിക്കലും ന്യായമില്ലോ. നമുക്ക് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് അതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ റാഷണൽ എക്സ്പെക്റ്റേഷൻ നമുക്ക് വരുമാനം ഗണ്യമായിട്ട് കൂടും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം യാഥാർത്ഥ്യമായിട്ട് ആശംസ. ഓക്കെ, താങ്ക് യു.